എയർ ഇന്ത്യ പൈലറ്റുമാരുടെ വിരമിക്കൽ പ്രായം 65 ഉയർത്തിയ വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്. പൈലറ്റുമാർക്ക് 65ഉം മറ്റ് ജീവനക്കാരുടേത് 60ഉമായിട്ടാണ് ഉയർത്തിയത്. നിലവിൽ ഇരു വിഭാഗത്തിന്റെയും വിരമിക്കൽ പ്രായം 58 ആയിരുന്നു. എയർ ഇന്ത്യ സിഇഒയും MD-യുമായ ക്യാമ്പബൽ വിൽസണാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ ഉത്തരവ് വന്നതോടെ നമുക്കിടയിൽ ഉയർന്നു വരുന്ന ചില സംശയങ്ങളുണ്ട്. ഇന്ത്യയിൽ ആർക്കാണ് ഒരു പൈലറ്റ് ആവാൻ സാധിക്കുക? ഇന്ത്യയിൽ ഒരു പൈലറ്റ് ആവുക എന്നത് ആവേശകരവും സംതൃപ്തി നൽകുന്നതുമായ ഒരു കാര്യമാണ്. സാങ്കേതികമായ പരിജ്ഞാനം, ശാരീരികവും മാനസികവുമായ ആരോഗ്യം, പറക്കലിനോടുള്ള യഥാർത്ഥ അഭിനിവേശം എന്നിവയെല്ലാം ഉള്ള ഒരു വ്യക്തിക്ക് ഈ മേഖലയിൽ വിജയിക്കാനാകും. നിങ്ങൾ വാണിജ്യ വിമാനങ്ങൾ, സ്വകാര്യ ജെറ്റുകൾ അല്ലെങ്കിൽ പ്രതിരോധ വ്യോമയാനത്തിലൂടെ രാജ്യത്തെ സേവിക്കുക എന്നിവ സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ എങ്ങനെയാണ് ആ വഴി എന്ന് നോക്കാം. ഇന്ത്യയിൽ ആർക്കാണ് ഒരു പൈലറ്റ് ആവാൻ സാധിക്കുക? എവിടെയാണ് പൈലറ്റ് പരിശീലനം നടത്തേണ്ടത്? പൈലറ്റ് ആവാൻ എത്ര ചെലവ് വരും? പൈലറ്റ് ആവാൻ എത്ര സമയമെടുക്കും? ഇതും കൂടി പരിശോധിക്കാം. ഇന്ത്യയിൽ ഒരു പൈലറ്റ് പരിശീലനം ആരംഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം 17 വയസ്സാണ്. ഫിസിക്സും മാത്തമാറ്റിക്സും പ്രധാന വിഷയങ്ങളായി 12ാം ക്ലാസ് പാസ്സായിരിക്കണം. വിദ്യാഭ്യാസത്തിന് പുറമെ നിങ്ങളുടെ ശാരീരിക ആരോഗ്യവും എല്ലാം ഒരുപോലെ പ്രധാനമാണ്. ഫ്ലൈറ്റ് പരിശീലനത്തിന് വൈദ്യപരമായി യോഗ്യനാണെന്ന് ഉറപ്പാക്കാൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകരിച്ച ഒരു മെഡിക്കൽ എക്സാമിനർ നൽകിയ ക്ലാസ് 2 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നേടണം. കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് നേടുന്നതിനും എയർലൈനുകളിൽ ജോലി ചെയ്യുന്നതിനും നിങ്ങൾക്കൊരു ക്ലാസ് 1 മെഡിക്കൽ സർട്ടിഫിക്കറ്റും ആവശ്യമായി വരും. എവിടെയാണ് പൈലറ്റ് പരിശീലനം നടത്തേണ്ടത്? ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റ് ആകുന്നതിന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകരിച്ച ഒരു ഫ്ലൈറ്റ് പരിശീലന സ്കൂളിൽ ചേരണം. ഈ സ്കൂളുകൾ സൈദ്ധാന്തികവും പ്രായോഗികപരവുമായ പരിശീലനം നൽകുന്നുണ്ട്. സാധാരണയായി ഗ്രൗണ്ട് സ്കൂൾ എന്ന് വിളിക്കപ്പെടുന്ന സൈദ്ധാന്തിക ക്ലാസുകളിൽ എയർ നാവിഗേഷൻ, ഏവിയേഷൻ നിയമങ്ങൾ, മെറ്റീരിയലോളജി, എയർക്രാഫ്റ്റ് സിസ്റ്റങ്ങൾ തുടങ്ങിയ വിഷയങ്ങളും ഉൾപ്പെടുന്നു. അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം സർട്ടിഫൈഡ് ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർമാരുടെ മേൽനോട്ടത്തിൽ പ്രായോഗിക പരിശീലനം ആരംഭിക്കും. സോളോ ഫ്ലൈറ്റുകൾ, ഇൻസ്ട്രക്ടർമാരുമായുള്ള ഡ്യുവൽ ഫ്ലൈറ്റുകൾ, ക്രോസ് കൺട്രി നാവിഗേഷൻ വ്യായാമങ്ങൾ എന്നിവ ഉൾപ്പെടെ കുറഞ്ഞത് 200 ഫ്ലൈയിങ് മണിക്കൂറുകൾ പൂർത്തിയാക്കണം. പൈലറ്റ് ആവാൻ എത്ര ചെലവ് വരും? പൈലറ്റ് പരിശീലനം ഒരു വലിയ സാമ്പത്തിക നിക്ഷേപമാണെന്ന് തന്നെ പറയാം. ഇന്ത്യയിൽ CPL പരിശീലനത്തിലുള്ള ചെലവ് സാധാരണയായി 40 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെയാണ്. പിന്നീട് ഒരു റേറ്റിംഗ് കോഴ്സ് കൂടി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വിമാനത്തിന്റെ മോഡലിനെ ആശ്രയിച്ച് ഇതിന് 15 മുതൽ 25 ലക്ഷം രൂപ വരെ അധികമായും ചെലവാകും. പൈലറ്റ് ആവാൻ എത്ര സമയമെടുക്കും? പൈലറ്റ് ആവുക എന്നത് ചിലവേറിയ ഒരു കാര്യം മാത്രമല്ല, സമയമെടുക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. സാധാരണയായി CPL പരിശീലനം പൂർത്തിയാക്കാൻ ഏകദേശം 18 മുതൽ 24 മാസം വരെ എടുക്കും. കാലാവസ്ഥാ തടസ്സങ്ങളോ ഫ്ലൈയിങ് മണിക്കൂറുകളിൽ കാലതാമസമോ ഒന്നുമില്ലെങ്കിൽ പരിശീലന ഷെഡ്യൂൾ, സ്കൂൾ സൗകര്യങ്ങൾ, നിങ്ങളുടെ DGCA പരീക്ഷകൾ എത്ര വേഗത്തിൽ പാസ്സാക്കുന്നു എന്നിവയെ ആശ്രയിച്ചായിരിക്കും ഈ സമയവും വ്യത്യാസപ്പെടുന്നത്.